ചെന്നൈയിൽ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ കാക്കത്തോപ്പ് ബാലാജി ഒളിയിടം കണ്ടെത്തിയത് കേരളത്തിൽ. കോഴിക്കോട് നൊച്ചാട് വെള്ളിയൂർ ഗ്രാമത്തിലാണ് ബാലാജി 2 മാസത്തോളം സ്വൈര്യവിഹാരം നടത്തിയത്. ഉഴിച്ചിൽ നടത്താനെന്ന പേരിലെത്തിയ ബാലാജി കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങാനുള്ള മുന്നൊരുക്കവും നടത്തി. ബാലാജിയെ തേടി തമിഴ്നാട് പോലീസ് കഴിഞ്ഞ മാസം 27-ന് തോക്കുമായി വെള്ളിയൂരിൽ എത്തിയതോടെയാണ് ചെന്നൈയിലേക്ക് കടന്നത്. സിനോസ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാൻ നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിലെ നൊച്ചാട് പഞ്ചായത്തിലെ ഈ വെള്ളിയൂർ ഗ്രാമത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് 660 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത്രയധികം ദൂരത്തിൽ വന്ന ഈ മലയോര മേഖലയിലെ എൻ്റെ പുറകിൽ കാണുന്ന വീട്ടിലാണ് ബാലാജി ഒളിവിൽ താമസിച്ചത്. രണ്ട് മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ കട്ടക്കമ്പനി നടത്തുന്ന ആളാണ്. അപ്പോൾ ഇവിടെ മോട്ടോർ വെച്ചാൽ വീട്ടിലാണ്. അവിടെ പോയി നോക്കുമ്പോഴാണ് ഇയാൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ രാജേഷ് പറഞ്ഞു ഇവിടെ ഉഴിച്ചിലിന് വന്നതാണ്. അവിടുന്ന് ഒരു മാസം കഴിഞ്ഞ ശേഷമാണ് ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഒരു വീട്ടിൽ വന്ന് വളഞ്ഞപ്പോൾ ഞാൾ എന്താ വിചാരിച്ചാൽ പുറത്തുനിന്ന് ഞാൾ അടിക്കാൻ നോക്കണം പോയപ്പോൾ അയാളെ ഒരു ഐഡൻറ്റി കാർഡ് എടുത്ത് കാണിച്ചത് ഞാൾ തമിഴ്നാട് പോലീസാണ്. ഇന്നൊരാൾ ഇവിടെ സിവിൽ ഡ്രസ്സിലാണ് വന്നത്. അതെ, സിവിൽ ഡ്രസ്സില്ല, ഒരു ലുങ്കിയൊക്കെ എടുത്തിട്ടാണ് വന്നത്. അവരിത് റിവാൾവറും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കോടതി ഓർഡർ ആയിട്ട് വന്നതാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ വന്നതാണ്. ഇവിടുത്തെ ഒച്ച കേട്ടിട്ട് താഴെ നിന്ന് എന്ത് ചെയ്തു, രാജേഷൊക്കെ അവനെയും കൂട്ടി സ്ഥലം വിട്ടു എന്ന് പറഞ്ഞു. ബാലാജി നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരൊരു ട്രൗസർ ഇട്ടിട്ട് കോളേജിലിരിക്കുന്നുണ്ട്. ഭയങ്കര ഒരു ഗുണ്ടയാകത്ത് കണ്ടാലൊരു ഞെട്ടുമാണ്. കണ്ടാൽ ഭയങ്കര ഇവിടെയൊക്കെ ഒരു കലയാണ്, നല്ലൊരു മുഖത്തൊക്കെ നല്ല കലയും കാര്യങ്ങളും ഇതെല്ലാം ഉള്ളതാണ്. ഉഴിച്ചിൽ നടത്താൻ വേണ്ടിയാണ് ബാലാജി ചെന്നൈയിൽ നിന്ന് ഈ വെള്ളിയൂരിലെത്തിയത്. അദ്ദേഹത്തിന് വീട് വാടകയ്ക്ക് എടുത്ത് നൽകിയത് രാകേഷ് എന്ന് പറയുന്ന ഈ ചേട്ടനാണ്. എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്? നിങ്ങൾ വിളിക്കുന്നത് എങ്ങനെയാണ്? എന്നെ വിളിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഒരു 22 വർഷം മുന്നേ ചെന്നൈയിൽ ഒരു 17 വയസ്സിൽ ചെന്നൈ പോയിരുന്നു. അപ്പോൾ അവിടെ ഒരു കടയിൽ പോയിരുന്നു. അപ്പോൾ അവിടെയുള്ള എൻ്റെ കടയുടെ മുന്നിലുള്ള ഗോഡൗൺ നടത്തുന്ന ഒരാളുടെ ഒരു മേസി, അയാളെ എനിക്ക് പരിചയം. അവർ ഫാമിലിയായിട്ട് വന്നല്ലോ. അപ്പോൾ അയാളടിക്കാൻ അങ്ങനെ ഒരു 8-9 കൊല്ലം മുന്നേ ഇയാളെ കൂടെ ഈ ബാലാജി വന്നിരുന്നു. അതിവിടെയല്ല വന്നത്, അച്ഛൻ്റെ മകളെ വീട്ടിൽ. അപ്പോൾ ഇടയ്ക്ക് എന്നെ വിളിച്ചു. അപ്പോൾ ഒരു 3 മാസം മുന്നേ എന്നെ വിളിച്ച് ഇങ്ങനെ വെള്ളം വൈദ്യരെ അറിയോ വയനാട്ടിൽ വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളം വൈദ്യർ കേട്ടില്ല, എനിക്ക് നേരിട്ട് കോണ്ടാക്ട് ഇല്ല. അപ്പോൾ ഞാൻ അന്ന് ബസ്സിലുള്ളത്. അപ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ വരുന്നുണ്ട്, എനിക്കൊന്ന് അവിടെ പോകണം, ഒരു ഹെൽപ്പ് ചെയ്യണം. വന്ന് പിന്നെ നടുവന്നൂർ അവിടെ ഒരു റൂം എടുത്ത് അവിടെ താമസിപ്പിച്ച് ഞാൻ രാവിലെ അവിടെ പോയി. അപ്പോൾ എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. സാറേ കർക്കിടക ഉഴിച്ചിൽ ചെയ്താലാണ് ഈ കാല് റെഡിയാവും. അപ്പോൾ പേരാമ്പ്ര മറ്റേ ഉഴിച്ചിൽ നടത്തുന്ന സ്ഥലം അന്ന് അവിടെ കാണിച്ച് 14 ദിവസം ഉഴിച്ചിൽ ചെയ്യും. പിന്നെ ഇവിടെ മൂലാട്ട് കോട്ടൂർ പഞ്ചായത്തിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നത്. ഇവിടെ പിന്നെ ആക്രി കട നടത്താൻ വേണ്ടി ലൈസൻസിന് വേണ്ടി പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ കച്ചവടം ഉണ്ടോ ബാലാജിക്ക്? ചെന്നൈയിൽ പ്ലാസ്റ്റിക് ഉണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഈ ക്ലീൻ കേരളേൻ്റെ ഈ സാറുണ്ട്. ഈ സാറിനെ വിളിച്ച് അപ്പോൾ അവിടെ നിന്ന് 1-2 പഞ്ചായത്തിൽ പോയി ഇതിങ്ങനെ കണ്ട് വെറുതെ കോർപ്പറേഷനിൽ പോയി ക്ലീൻ കേരളേൻ്റെ ഓഫീസർ കണ്ട്. അന്ന് ഇതിൻ്റെ MD അവിടെ വന്നിരുന്നു. അങ്ങനെ എഗ്രിമെൻറ്റിന് വന്നതാണ്. രണ്ടാമത് വന്നത് ഉഴിച്ചിൽ കഴിഞ്ഞിട്ട് പോയിട്ട് ഉഴിച്ചിൽ കഴിഞ്ഞിട്ട് എനിക്ക് 15-20 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. പുള്ളി രണ്ടാമത് വന്ന് 2ാം ദിവസം പോലീസ് വന്നു. അല്ല, 2-3 ദിവസം. അതായത് തലേന്ന് ഞങ്ങൾ എല്ലാ പഞ്ചായത്തിലും പോയി ഇത് കണ്ടിക്ക്. ഒരു 18ഓളം പഞ്ചായത്തിൽ ഇത് കണ്ടിക്ക്. ക്ലീൻ കേരളൻ്റെ എല്ലാ സാധനം എങ്ങനെയുണ്ട്, ഫ്രഷാണെന്ന് നോക്കാൻ വേണ്ടി. വൈകുന്നേരം തിരുവനന്തപുരം പോയിട്ട് എഗ്രിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇവിടെ നിൽക്കുന്നതെന്ന് മേലേന്ന് ഉയരം കേൾക്കുന്നു. അപ്പോൾ ഞാനും മേലോട്ട് ഓടിപ്പോയി നോക്കി. അപ്പോൾ നമ്മൾ പോലീസാണ്, തോക്കേറ്റലുണ്ട് മേല. അപ്പോൾ മൂപ്പർ താഴോട്ട് ഓടി. എന്നോട് പറഞ്ഞാൽ എന്നെ നോക്കി വന്നാണ്, എനിക്ക് വാറണ്ടുണ്ട്, വേറെ അങ്ങനത്തെ പ്രശ്നം നല്ലതാണ്. അപ്പം ഞാനിത് മേടിച്ചിട്ട് ഞാനും ഓടി. മൂപ്പർ പിന്നെ വിളിച്ചിട്ട് മൂപ്പർ ചെന്നൈയിലെത്തി. അയാൾ എനിക്ക് ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടി. എനിക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ജാമ്യം ഉണ്ടല്ലോ, എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി വെച്ചിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കല്ലേ, നാട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഞാൻ മൂപ്പർ ബ്ലോക്ക് ചെയ്താൽ. ക്രിമിനൽ ആണെന്ന് അറിയാനുള്ള സഹായിച്ചത് ചെന്നൈ പോലീസ് വിളിച്ചില്ല, കേരള പോലീസ് എന്നെ ഇതുവരെ വിളിച്ചില്ല. ഏതായാലും 6 കൊലപാതക കേസുകളിലെ പ്രതിയായിരുന്നു, 14 വധശ്രമ കേസിലെ പ്രതിയായിരുന്നു, അതിലേറെ പണം തട്ടിയെടുത്ത കേസിലെ പ്രതിയായിരുന്നു. അങ്ങനെ 58 കേസുകളാണ് ബാലാജിക്കെതിരെ ഉണ്ടായിരുന്നത്. ഇന്നലെ പുലർച്ചെയാണ് ചെന്നൈയിൽ വെച്ച് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ബാലാജി കൊല്ലപ്പെടുന്നത്. അത് നാട്ടുകാരൊക്കെ തന്നെ ഞെട്ടലാണ്. കാരണം അവരുടെ നാട്ടിലാണ്, ഈ ഗ്രാമത്തിലാണ് ഒരു കൊടും ക്രിമിനൽ വന്ന് വാടകയ്ക്ക് താമസിച്ചത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇന്ന് റിപ്പോർട്ടർ.